ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കുറേ നാളുകളായി എന്തെങ്കിലും വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ പേര് എന്നോട് ചോദിച്ചു, ഇപ്പോൾ വീഡിയോ ഒന്നും പുതിയത് അപ്ലോഡ് ചെയ്യുന്നില്ലല്ലോ, എന്നാ പറ്റിയെന്ന്. മനുഷ്യനല്ലേ, ചില അവസ്ഥാന്തരങ്ങളൊക്കെ കൊണ്ട് ഇടാൻ സാധിച്ചില്ല. എന്തായാലും ഇന്ന് നമ്മൾ തിരുനക്കര അമ്പലത്തിലേക്ക് പോകാനായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അവിടെ ഉത്സവമായിരുന്നു. സോ കുറച്ച് 5ാമത്തെ ഉത്സവത്തിനാണ് ഞാനും അച്ഛനും അമ്മയും ഒക്കെ പോകാനായിട്ട് നമുക്ക് സാധിച്ചത്. അപ്പോൾ തേവരെ ഒന്ന് കണ്ടേക്കാം. അമ്പലത്തിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു, തിരക്കായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. തേവർക്ക് സമർപ്പിക്കാനായിട്ട് തുളസിമാലയും താമരപ്പൂവും വാങ്ങിച്ചായിരുന്നേ. കൂവളുത്തുമാല കിട്ടാനില്ലെന്ന് അവർ പറഞ്ഞു. സോ കൂവളുത്തുമാല കിട്ടിയില്ല, അതുകൊണ്ട് തുളസിമാല ആണ് വാങ്ങിച്ചത്. അകത്തേക്ക് മൊബൈലൊന്നും അലൗഡ് അല്ല, സോ വിഷ്വൽസ് ഒന്നും എടുക്കുന്നില്ല. ഇവിടെ ചുറ്റുവിളക്കൊക്കെ എല്ലാവരും തെളിയിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളേ. ഇത് തിരുനക്കര തേവരുടെ ആനയാണ്. ശിവൻ എന്നാണ് പറയുന്നത്, തിരുനക്കര ശിവൻ. അവന് മതപ്പാടാ, അത് കാരണമാണ് ഞാനിങ്ങനെ ഫോട്ടോ എടുത്തപ്പോൾ അവനിങ്ങനെ ഇരുന്ന് ആടുമായിരുന്നു തലയൊക്കെ ഇട്ട്. അതുകൊണ്ട് ഒരു സൈഡിൽ ചുറ്റുവിളക്ക് തെളിയിക്കുന്ന തിരക്കിലാണ് കുറേ ആളുകൾ. അങ്ങനെ തൊഴുത് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുവാണ്. പുറത്ത് ഭഗവാനെ തിടമ്പേറ്റി ആന നിപ്പുണ്ടായിരുന്നു. അപ്പം പുറത്തു നിന്നും തൊഴാൻ പറ്റി. ആ സമയത്ത് തിരുനക്കര മൈതാനത്ത് വേലകളിയൊക്കെ ഒരു സൈഡിൽ നടക്കുന്നുണ്ടായിരുന്നു. വേലകളിയും മയൂര നൃത്തവും നടക്കുന്നുണ്ടായിരുന്നേ. അതൊക്കെ കുറച്ച് നേരം കണ്ടു നിന്നു. ഭയങ്കര വൈബാണ് ഈ സമയത്ത്. എൻ്റെ ഈ പുറകിൽ കാണുന്ന സ്ട്രീറ്റിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ മുഴുവൻ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് ലൈറ്റ് വെച്ചിട്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പ്രത്യേക വൈബാണ്. വൈകുന്നേര സമയങ്ങളിൽ തിരുനക്കര അമ്പലത്തിൽ വരുമ്പം തന്നെ, അതും ഉത്സവമാണെന്നുണ്ടെങ്കിൽ പറയുകയും വേണ്ട, ഒരുപാട് കളർഫുള്ളായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. പ്രത്യേക വൈബാണ്. പലതരത്തിലുള്ള കച്ചവടക്കാരെ കാണാൻ പറ്റും. പിന്നെ എല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ജീവനുണ്ടെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരുപാട് പ്രതിമകളുണ്ട്. കണ്ടിട്ട് വല്ലതും വാരി കൂട്ടിക്കൊണ്ട് പോകാനായിട്ടാണ് തോന്നിയത്. എന്തായാലും അതെല്ലാം കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി തൊഴുതിട്ട് 2 എൻട്രൻസ് ഉണ്ട് അമ്പലത്തിലേക്ക് കയറാനായിട്ട്. ഇത് 2ാമത്തെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. അപ്പം ഇനി അടുത്തത് പോകുന്നത് തിരുനക്കര ഗാന്ധി സ്ക്വയറിലേക്കാണ്. അവിടെയും കുറേ കലാപരിപാടികളൊക്കെ ഉണ്ട്. കലാപരിപാടികൾ മീൻസ് കുറേ കാണാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇത് അങ്ങോട്ടേക്ക് നടക്കുമ്പോഴുള്ള വഴി കാണുന്ന കുറേ കാഴ്ചകളാണ്. ഉത്സവത്തിൻ്റെ ആ ഒരു ലഹരി സ്ട്രീറ്റിൽ എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും. ഒരു സൈഡിൽ പൂക്കളുടെ കടകളുണ്ട്. അതുപോലെ തന്നെ ഒരു വശത്ത് പാതയോരത്തിൻ്റെ ഒരു വശത്ത് ഉത്സവത്തിന് വേണ്ടിയിട്ടുള്ള കച്ചവടക്കാരെല്ലാം അവരുടെ കച്ചവടം തകൃതിയായി പൊടി പിടിക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ലൈറ്റെല്ലാം വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക മൂഡാണ്, ഒരു ഉത്സവാന്തരീക്ഷമാണ്. അതിലേക്കൂടി ഇങ്ങനെ ഇതൊക്കെ കണ്ട് നടക്കാനായിട്ട് ഭയങ്കര രസമാണ്. ജോസ്കോയുടെ ബിൽഡിങ് ഫുൾ ഇതുപോലെ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെ നടന്ന് ഗാന്ധി സ്ക്വയറിലോട്ട് എത്തിയിട്ടുണ്ട്. അവിടെ കയറുമ്പോൾ തന്നെ ഒരുപാട് സ്റ്റോളുകൾ കാണാൻ പറ്റും. അതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ ഇതുപോലെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഭാഗത്തിനുള്ള പ്ലേ ഏരിയസ് ഒക്കെ അവർ നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചിന്തി കടകൾ, കമ്മലിന് വേണ്ടി മാത്രമുള്ള കടകൾ, ബാഗിന് വേണ്ടി മാത്രമുള്ള കടകൾ, ചെരുപ്പിന്, തുണിക്ക്, അങ്ങനെ പ്രത്യേക സ്റ്റോളുകളുണ്ട്. പിന്നെ ഇതുപോലെ ജയൻറ്റ് വീലിലൊക്കെ എനിക്ക് കയറണമെന്നുണ്ടായിരുന്നു. പക്ഷേ കമ്പനി ഇല്ലാത്ത കാരണം, ഒറ്റയ്ക്ക് ഇങ്ങനെ കയറുന്നത്, കമ്പനി വേണ്ടേ, അപ്പം അത് കാരണം ആരും ഇല്ലാത്ത കാരണം ഞാൻ കയറിയില്ല. അങ്ങനെ പ്രത്യേകിച്ച് അവിടെ നിന്ന് ഒന്നും തന്നെ വാങ്ങിയില്ല. എല്ലാം ചുറ്റും നടന്ന് ആ വൈബൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ചു. അപ്പോഴത്തേക്ക് വിശപ്പിൻ്റെ വിളി അങ്ങ് കണ്ടമാനം കയറി വന്നു. ഇവിടെ എപ്പോൾ വന്നാലും ആര്യാസിൽ കയറി മസാല ദോശ കഴിക്കുക എന്നുള്ളത് ഒരു വീക്ക്നെസ്സാണ്. അങ്ങനെ വാങ്ങിച്ച് കഴിപ്പെല്ലാം കഴിഞ്ഞപ്പോൾ 8ൻ്റെ പണി കിട്ടി. ഭയങ്കര മഴയായിരുന്നു. ഭയങ്കര മഴയായിരുന്നു. വണ്ടി വേറൊരിടത്തായിരുന്നു പാർക്ക് ചെയ്തിരുന്നത്, അതുകൊണ്ട് തന്നെ എടുക്കാനൊന്നും പറ്റിയില്ല. സോ മഴ കഴിയട്ടെ, മഴ തോരാൻ വേണ്ടി അങ്ങനെ കാത്തു നിന്നു. എന്തായാലും നല്ലൊരു ഈവനിങ് ആയിരുന്നു. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരാമേ. താങ്ക്സ് ഫോർ വാച്ചിങ്.